തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ അറോറയാണ്. അവൾ ഭയങ്കര സമ്പന്നമായ ഒരു കുടുംബത്തിലെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ അഹങ്കാരവും അവൾക്കുണ്ട്. തന്നെ മേഡമെന്ന് ആളുകൾ സംബോധന ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അത് എളിമ കൊണ്ടല്ല കേട്ടോ, മറിച്ച് പ്രിൻസസ് രാജകുമാരി എന്ന് അവളെ വിളിക്കുന്നതായിരുന്നു അവൾക്ക് ഇഷ്ടം. ഇന്നവൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനായി പോകുന്ന ആദ്യ ദിവസമാണ്. അതിനുവേണ്ടി അവൾ തയ്യാറായിരിക്കുന്നു. പക്ഷേ അങ്ങനെ ചുമ്മാ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനായി അവൾക്ക് താല്പര്യമില്ല. അവിടെ താൻ എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് തന്നെ പറ്റി ഭയങ്കരമായ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം എന്നതാണ് അവളുടെ ലക്ഷ്യം. അതിനായി അവൾ ഒരു കാര്യം അവളുടെ അച്ഛൻ വഴി ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ യൂണിവേഴ്സിറ്റിയിലെ വളരെ പോപ്പുലർ ആയ പയ്യന്മാരുടെ കൂട്ടത്തിലെ ഒരാളാണ് ഫാക്ക്. ഫാക്ക് പൈലറ്റ് ആകണമെന്ന ആഗ്രഹത്തില് ആ കോഴ്സാണ് പഠിക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പൊ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഇനി പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. പഠിത്തം എന്നതിലുപരി അവന് കോളേജിൽ മറ്റൊരു താല്പര്യവുമില്ല. വളരെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവനെ ഡേറ്റ് ചെയ്യാനും മറ്റുമായി സമീപിക്കാറുണ്ടെങ്കിലും അവൻ അവരെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നതാണ് പതിവ്. പക്ഷെ ഇപ്പോ അവൻ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. അത് അവൻ പഠനശേഷം ജോലിക്ക് കയറാനായി നോക്കി വെച്ചിരിക്കുന്നത് ആ ഒരു നാട്ടിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാൽമർ എയർലൈൻസ് എന്ന സ്ഥാപനമാണ്. അവന്റെ കഴിവ് വെച്ച് അവിടെ അഡ്മിഷനും കിട്ടും. പക്ഷെ അതിന്റെ ഉടമ തന്നെ നേരിട്ട് അവിടുത്തെ ഓപ്പണിങ്ങിന് വേണ്ടി ചെന്ന് കണ്ട് തന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാട്ടിയ ഫാക്കിനോട് ഒരു ഹെൽപ്പ് ചോദിച്ചിരുന്നു. കോഴ്സ് കഴിയുന്നത് വരെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയതായി ചേർന്നിരിക്കുന്ന ഒരാളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കണം എന്നതാണ്. അവൻ ഇത്രയും ടാലന്റഡ് ആയ, ലൈഫിൽ നല്ലൊരു അംബിഷൻ ഒക്കെയുള്ള, ഹാർഡ് വർക്കിങ്ങും പാഷനേറ്റുമായ ഒരാളായതുകൊണ്ട് അവന്റെ പ്രസൻസിൽ ആ ആൾക്കും ഒരു മാറ്റം വരുമെന്ന ഉള്ള രീതിയിലാണ് അദ്ദേഹം ഒരു സഹായം കണക്ക് അവനോട് അത് ചോദിക്കുന്നത്. അവനും അതിന് തയ്യാറാവുന്നു. അങ്ങനെ അവൻ ആ നോക്കേണ്ട ആളിനെ പിക്ക് ചെയ്യാനായി ആളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് തന്നോട് ഈ ഹെൽപ്പ് ചോദിച്ച പാൽമർ എയർലൈൻസിലെ ഉടമയുടെ മകൾ അറോറയാണ് താൻ ഇനി നോക്കേണ്ടതെന്ന്. അവളാണെങ്കിൽ ഭയങ്കര അഹങ്കാരി. അവനെ കൊണ്ട് തന്റെ ലഗേജ് പിടിപ്പിക്കലും അതും ഇതൊക്കെ അവൾ ചെയ്യിക്കുന്നുണ്ട്. അവൻ അവിടുത്തെ ഭയങ്കര പോപ്പുലർ ആയ ഒരു പയ്യനായതുകൊണ്ട് തന്നെ അവൻ ഇവളുടെ പുറകെ ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് കണക്ക് നടന്നാല് അവൾക്ക് അവിടെ ഭയങ്കര വിലയും മതിപ്പും കിട്ടുമെന്ന ധാരണയിലാണ് അവൾ ഇവനെ അച്ഛനെ കൊണ്ട് പറഞ്ഞ് കൂടെ കൂട്ടിയിരിക്കുന്നത് തന്നെ. എന്തായാലും അവനെ കാണുമ്പോഴേ ഫാക്കോ, ഇത് എന്തൊരു പേരാ, ഇങ്ങനൊക്കെ മനുഷ്യന്മാർക്ക് പേരിടുമോന്ന് അവൾ അവനെ കളിയാക്കുമ്പോ, നിങ്ങളുടെ പേരെന്താ? അറോറ. ഇങ്ങനെ മനുഷ്യന്മാർക്ക് പേരിടുമോ? എന്നിട്ട് ഞാനതൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കാൻ വരുന്നതെന്ന് ചോദിച്ച് അവൻ അപ്പൊ തന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ എടുത്തടിച്ച് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി അറോറ ഒരു സിനിമാ നടിയാണ്. അവളിപ്പോ ആ ഒരു ഫീൽഡിലേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ സിനിമയൊന്നും അങ്ങനെ കാണാത്ത ഫാക്കിന് അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നതാണ് സത്യം. അവനാകട്ടെ അവളുടെ ക്ലാസ്സിന്റെ അവിടെ അവളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ആ സമയം ഫാക്കിനെ കണ്ട് ചില പെൺകുട്ടികൾ അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ താൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ കണ്ടായിരിക്കും അവരിവിടെ വന്നു നിന്ന് നോക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ഗമയിൽ അവൾ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു ചെറിയ ഹോളില് ഹീല് സ്റ്റക്ക് ആവുന്നു. അങ്ങനെ അനങ്ങാൻ സാധിക്കാതെ അവൾ നിന്ന് പാടുപെടുന്ന ആ ഒരു വീഡിയോ അവിടെ നിന്ന് പെൺകുട്ടികൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കരമായ നാണക്കേട് വരുന്നു. ഇത് കാണുന്ന വാക്ക് അവളെ നോക്കിക്കൊള്ളാം, ഹെൽപ്പ് ചെയ്യാന്ന് അവളുടെ അച്ഛന് വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോ അവിടെ എത്തി അവളെ എടുത്തുകൊണ്ട് പോകുന്നു. ചെരുപ്പില്ലാത്തത് കൊണ്ട് നടന്നാല് കാലഴുക്കാവെന്ന് പറഞ്ഞ് എടുത്ത് നേരെ ക്ലാസ്സിൽ കൊണ്ട് നിർത്തുന്ന സമയം അവിടെ വാക്കിനെ അറിയാവുന്ന, അറോറയെ അറിയാവുന്ന ചില കുട്ടികൾ, അതായത് പേഴ്സണലി അല്ല, മറിച്ച് ഇവൻ പോപ്പുലർ ആയതുകൊണ്ട് അവനെ അറിയാം. അവളൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് അവളെയും ഈ ടിവിയിലൊക്കെ കണ്ട് പരിചയമുണ്ട്. അങ്ങനെ അവർ അടുത്തെത്തി സംസാരിക്കുന്നു. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ? അല്ല, എന്തെങ്കിലും എടുത്തോണ്ട് വന്നത്? ഇതൊക്കെ അറോറയുടെ ബോയ് ഫ്രണ്ട് ഫ്രാൻസിസ് അറിഞ്ഞ ആകെ പ്രശ്നമാവില്ല എന്നൊക്കെ അവർ കുശലം ചോദിക്കുമ്പോൾ, ഫ്രാൻസിസ് എന്നത് ഒരു സിനിമാ നടൻ തന്നെയാണ്. അറോറയും ഫ്രാൻസിസും തമ്മിൽ റിലേഷൻ ആണെന്ന രീതിയിലാണ് അവർ തമ്മിൽ ഒന്നിച്ച ഫിലിമിൽ അഭിനയിച്ച ശേഷം ഗോസിപ്പുകൾ ഉണ്ടായിരുന്നത്. എന്തായാലും അവിടെ ഇങ്ങനെ ഒരു സംസാരം നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഫാക്ക് അറിയുന്നത്. അവൻ പിന്നീട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും ബ്രേക്ക് ടൈമിൽ വീണ്ടും അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവളുടെ ഹീൽസ് മുന്നേ അങ്ങനെ സ്റ്റക്കായി പൊട്ടി പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി വേറെ ഫുട്വെയർ എടുത്തുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത്. എന്തായാലും അന്ന് ക്ലാസ് കഴിഞ്ഞും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കണക്ക് തന്നെ അവൻ തിരിച്ച് അവളെ താമസ സ്ഥലത്ത് കൊണ്ടാക്കുന്നു. ആ സമയം അവിടുത്തെ സ്റ്റാഫ് ഫാക്കിനോട് അറോറയെ പറ്റി അവൾ കേൾക്കാതെ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരി താൻ വലിയ സംഭവമാണ്, പ്രിൻസസ് ആണ് എന്ന രീതിയിലൊക്കെ ജാട കാണിച്ച് നടക്കുന്നുണ്ടെങ്കിലും മേഡം ഉള്ളിന്റെ ഉള്ളിൽ ആള് ഭയങ്കര പാവമാണ്, ഭയങ്കര സ്വീറ്റ് ആണ്, പുറമേ ഉള്ള ഈ ജാടയൊക്കെ ഉള്ളൂ എന്നല്ല പറയുന്ന സമയം തനിക്കും അറോറയുടെ ചില സമയത്തെ സംസാരവും ചിരിയും ഒക്കെ കാണുമ്പോൾ അവൾ അതൊക്കെ ഫേക്ക് ചെയ്യുന്ന രീതിയിൽ മനസ്സിൽ എന്തൊക്കെയോ സങ്കടമുണ്ട്. അത് മറക്കാനായി പുറമെ അവൾ ഭയങ്കര റഫാണ്, ടഫാണ്, ജാടക്കാരിയാണ് എന്ന ആ ഒരു ഷീൽഡ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ തോന്നുന്നു എന്ന് അവന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്തായാലും അന്ന് അവൻ അവിടെ നിന്ന് മടങ്ങുന്ന ആ സമയം അവൻ അവൾക്ക് കൊണ്ടുകൊടുത്ത ആ ഒരു ഫുട്വെയർ തന്നെ അവൾ വളരെ സന്തോഷത്തിൽ നോക്കിയിരിക്കുകയാണ്. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല സംഭവം, പക്ഷെ അത് ആ ഒരു സമയത്ത് അവൾക്ക് കിട്ടിയപ്പോ ഭയങ്കരമായ ഒരു സന്തോഷം അവൾക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെ സ്നേഹത്തോടു കൂടി ഇപ്പൊ ഓർത്തിരിക്കുകയാണ്. താൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ തന്നെ അവൻ എത്ര കംഫർട്ടബിൾ ആയി നോക്കിയെന്നത്. അങ്ങനെ പിന്നീട് അറോറയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് അറോറയ്ക്ക് ഇപ്പോ കാര്യങ്ങൾ നോക്കാനായി ഏർപ്പാടാക്കിയിരിക്കുന്ന ഫാക്കിനെ പറ്റി
അന്വേഷിക്കുകയാണ്. ഹ്വാക്കും അറോറയും മിങ്കിളൊക്കെ ആവുന്നുണ്ടോ, അവനെ കൊണ്ട് അവളെ അഡ്ജസ്റ്റ് ചെയ്യാനും ഡീൽ ചെയ്യാനും സാധിക്കുമെന്നൊക്കെ അച്ഛൻ തിരക്കുമ്പോ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയെന്ന് ആ സ്റ്റാഫ് പറയുന്ന കൂട്ടത്തിൽ എനിക്ക് ഈ പയ്യനെ കണ്ടപ്പോ ഫിലിപ്പിനെയാണ് ഓർമ്മ വന്നത് എന്ന് പറയാണ്. അത് കേൾക്കുന്ന അറോറയുടെ അച്ഛനും അതെ എനിക്കും ഇവനെ കണ്ടപ്പോ ഫിലിപ്പിനെയാണ് ഓർമ്മ വന്നത്. നമ്മുടെ കമ്പനിയുടെ ഇന്റർവ്യൂല് ഏറ്റവും സ്കോർ ഇതുവരെ എടുത്തിട്ടുള്ളത് ഫിലിപ്പ് മാത്രമാണ്. ഒപ്പം ഇപ്പൊ ഇവനും. രണ്ടുപേർക്കും ഇടയിൽ വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ പ്രത്യേകമായി ജോലിക്ക് എടുത്തതും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ക്ലാസ്സിൽ മാത്രമല്ല ഷോപ്പിങ്ങിന് പോകേണ്ടപ്പോ ഹ്വാക്കാണ് അറോറയുടെ കൂടെ പോകുന്നത്. അവരങ്ങനെ അവിടെ ഒരു ഷോപ്പില് അറോറയ്ക്ക് വേണ്ടി ചില ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുമ്പോ അവരുടെ ഫോട്ടോസ് ഒക്കെ ആരോ മാറി നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരതൊന്നും അറിയാതെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി ഇരിക്കുന്ന സമയത്താണ് അറോറ ഒരു സിനിമ നടിയാണെന്ന് പറഞ്ഞില്ല, അവളുടെ ആ ഒരു എന്റർടൈൻമെന്റ് ഏജൻസിയിലെ മാനേജർ അവളെ വേഗം ഓഫീസിലേക്ക് വരാനായി വിളിപ്പിക്കുന്നത്. അവൾ അവിടേക്ക് ചെല്ലുമ്പോ ആരാ ഇവൻ, എന്തിനാ ഇവനെ കൊണ്ട് നീ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ നടക്കുന്നത്, നിന്നെ ഫ്രാൻസിസിന്റെ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞാണ് പബ്ലിസിറ്റി ഇപ്പൊ ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നാൽ അത് നെഗറ്റീവായി ബാധിക്കുന്നല്ല മാനേജർ പറയുമ്പോ ഫ്രാൻസിസുമായി സത്യത്തിൽ അറോറയ്ക്ക് ഒരു ബന്ധവുമില്ല. അവൾ ഈ ഫീൽഡിലേക്ക് എത്തിയപ്പോ പെട്ടെന്ന് ഫേമസ് ആവാനായി രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ നല്ല രീതിയിൽ ഫേമസ് ആവാം, അല്ലെങ്കിൽ ചീത്ത രീതിയിൽ. കൂടുതലും ഇക്കാലത്ത് ചീത്ത രീതിയിലെ കാര്യങ്ങൾ അറിയാനായിട്ടാണ് ആളുകൾക്ക് ഉത്സാഹം. അപ്പൊ തന്നെ ആ നാട്ടിലെ വളരെ പോപ്പുലർ ആയ സിനിമാ നടനുമായി റിലേഷൻഷിപ്പിലാണ് ഈ പുതുമുഖ നായിക എന്നൊരു ന്യൂസ് വന്നാല് അവൾക്ക് വലിയ പബ്ലിസിറ്റി കിട്ടും. അപ്പൊ ആ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു കാര്യം നിലനിൽക്കെ മറ്റൊരാളും അവളും ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഡേറ്റിംഗ് ആണെന്ന രീതിയിലൊക്കെ ന്യൂസ് വന്നാല് അത് പ്രശ്നമാണെന്നെല്ലാം പറഞ്ഞു മാനേജർ ഭയങ്കരമായി ബഹളം വെക്കുന്നുണ്ട്. ഈ ഫ്രാൻസിസ് ആകട്ടെ അവരൊക്കെ ഒരേ എന്റർടൈൻമെന്റ് ഏജൻസിയിൽ ഉള്ളവരായതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു ഫേക്ക് റിലേഷൻഷിപ്പ് ഇവർക്കിടയിൽ ഉണ്ട് എന്ന രീതിയിൽ ഗോസിപ്പ് പറഞ്ഞു തുടങ്ങിയതാണെന്ന് അറിയാമെങ്കിലും അവൻ എപ്പോഴോ അറോറയുടെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോ അവൾ മറ്റൊരാളെ ഡേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ അവനുമായി കറങ്ങി നടക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ കേട്ട് ആകെ കലിപ്പാവുന്നു. ആരാണവൻ എന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഫ്രാൻസിസ് നേരിട്ട് ഹ്വാക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഹ്വാക്കിനോട് വേണമെന്ന് വെച്ച ഒരു വഴക്കുണ്ടാക്കുകയാണ്. ആദ്യമൊക്കെ ഹ്വാക്ക് ഇവൻ പറയുന്നതൊക്കെ മൈൻഡ് ആക്കാതൊക്കെ ഇരുന്നെങ്കിലും ഇങ്ങോട്ട് വന്ന് അടിക്കുമ്പോ അങ്ങനെ കൈയും കെട്ടി അടിയൊക്കെ കൊള്ളാൻ സാധിക്കോ, അതുകൊണ്ട് തിരിച്ചും കൊടുക്കുന്നു. പക്ഷെ ഈ നടന്ന വഴക്കിന്റെ കാര്യങ്ങളൊന്നും തന്നെ അറോറ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം അറോറയുടെ അടുത്തേക്ക് ഹ്വാക്ക് എത്തുന്ന സമയത്ത് അവന്റെ മുഖത്തെ ബാൻഡേഡ് ഒക്കെ കാണുമ്പോ എന്തോ പ്രശ്നം പറ്റിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. അപ്പോഴാണ് ഫ്രാൻസിസും അവളെ കാണാനായി വരുന്നത്. അവന്റെ മുഖത്ത് ഇതുപോലെ ഒന്നല്ല നിരവധി ബാൻഡേഡുകൾ മുറിവിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോ ഫ്രാൻസിസ് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതാന്ന് മനസ്സിലാക്കുന്നവൾ ഹ്വാക്കിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഫ്രാൻസിസിനോട് ആവശ്യപ്പെടുന്നു. ആക്ച്വലി ഫ്രാൻസിസിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവൻ അതിന്റെ ഒപ്പം തന്നെയാണ് അറോറയുടെ പിറകെ നടക്കുന്നത്. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് ശേഷം ഫ്രാൻസിസുമായിട്ട് ഒരു പ്രസ് മീറ്റിംഗ് അടുത്തൊരു സിനിമയുടെ ഭാഗമായി അറോറയ്ക്കുണ്ട്. അവൾ അതിനുള്ള ഷോപ്പിങ്ങിന് പോകുന്നു. അങ്ങനെ ഒരു ബൊട്ടിക്കിൽ അവൾ ഡ്രസ്സ് എടുക്കാനായി പോകുമ്പോൾ കൂടെ ഹ്വാക്കും ഉണ്ടായിരുന്നു. അവനും അവൾ പ്രത്യേകം സ്യൂട്ടൊക്കെ എടുത്തു കൊടുക്കുന്നു. എനിക്കിതൊന്നും വേണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും നീയും എന്റെ കൂടെ പ്രസ് കോൺഫറൻസിന് വരുന്നുണ്ട്, അതുകൊണ്ട് ടിപ് ടോപ്പായി റെഡിയായി വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചോർണം അവന് വേണ്ടി സെലക്ട് ചെയ്യാണ്. അതിനുശേഷം അവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോൾ ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്ന് അവൾക്ക് ഒരു പിടുത്തമില്ല. അവനോട് സജഷൻ ചോദിക്കുമ്പോൾ അവനൊരു വൈറ്റ് ഡ്രസ്സ് തന്നെ അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവൾ അത് ട്രൈ ചെയ്യാനായി ട്രയൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ അല്പം കഴിഞ്ഞ് അകത്ത് നിന്ന് അവൾ അവിടുത്തെ സ്റ്റാഫിന്റെ പേര് ഉറക്കെ വിളിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫ് ആകട്ടെ ആ സമയത്ത് ഒരു ആവശ്യത്തിന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിരുന്നു. പെട്ടെന്ന് വരാം, അപ്പോഴേക്കും നിങ്ങളെല്ലാം നോക്കി വെക്കുന്ന വാക്കിനോട് പറഞ്ഞാണ് പോയതെങ്കിലും ഇപ്പോ അറോറ കിടന്ന് വിളിക്കുന്ന സമയം അവിടെ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് അവൻ അവിടേക്ക് ചെല്ലുന്ന ടീം നീ എന്ത് ഇവിടെയെന്ന് അവൾ അത് കണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വിളി കേട്ട് വന്നതാ, ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ എന്നവൻ പറയുമ്പോ ഈ സിബ് ഒന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെന്ന് അറോറ പറയുമ്പോഴേക്കും അവന് സിബ് ഇട്ട് കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. അവൾക്കാകട്ടെ വല്ലാത്തൊരു ചമ്മൽ അപ്പോഴേക്കും ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആ പ്രസ് മീറ്റിങ്ങിന് പോകുന്നു. മീറ്റിംഗ് ആദ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അറോറയ്ക്ക് നല്ല ചീമൊട്ട എയറൊക്കെ ആ സമയം കിട്ടുന്നുണ്ട്. അവളെ ഇഷ്ടമില്ലാത്ത ആരോ ആണ് അത് ചെയ്തതെന്നത് തീർച്ചയാണ്. മിക്കവാറും ഫ്രാൻസിസുമായി അവൾക്ക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞ് ആ പേരിൽ അവളോട് കലിപ്പ് പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പോലും കരയാതെ തന്റെ സങ്കടപ്പെട്ട മുഖം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാതെ ചിരിച്ച ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. അതിന് കാരണം അവളുടെ അമ്മ എപ്പോഴും കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു. അമ്മയുടെ മരണശേഷവും അമ്മ പറഞ്ഞ ആ കാര്യങ്ങൾ അവൾ എപ്പോഴും ലൈഫിൽ കൊണ്ടുവന്നിരുന്നു. ഭയങ്കരമായ സങ്കടം വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും എപ്പോഴും ചിരിച്ച ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടായിരുന്നു അവൾ ശ്രമിച്ചിരുന്നത്. അതായത് അവളുടെ യഥാർത്ഥ ഫീലിംഗ്സിനെ പോലും പുറത്തു കൊണ്ടുവരാതെ അത് ഉള്ളിൽ ഒതുക്കി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവൾ പൊക്കോണ്ടിരിക്കുകയാണ് എന്നത് അവളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന വാക്കിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പതിയെ അറോറയുടെ ഒരു പ്രത്യേക താല്പര്യം അവളെ നന്നായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഹ്വാക്കിന് ഫീൽ ആവുന്നുണ്ട്. അവളെ പറ്റുന്ന പോലെയൊക്കെ കംഫർട്ട് ആക്കി വെക്കാനായി അവൻ ശ്രമിക്കാറുണ്ട്. ഒപ്പം തന്നെ അവളുടെ പ്രസൻസ് അവന്റെ ഈ മൂഡിനെ പതിയെ മാറ്റിയെടുക്കുന്നു. എപ്പോഴും വളരെ സീരിയസ്
സീരിയസ് ആയി അങ്ങനെയൊന്നും ചിരിക്കാതൊക്കെ നടക്കാറുണ്ടായിരുന്ന അവൻ ചിരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അറോറയും അവന്റെ പ്രസൻസിൽ അവളുടെ മനസ്സിൽ സങ്കടം വന്നാൽ പോലും അത് കരയാതെ ഉള്ളിൽ ഒതുക്കി പുറമെ ചിരിച്ചു കാണിച്ചിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പതിയെ പതിയെ മാറി കരയാനും അവളുടെ വിഷമങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഹാക്കിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്ന അറോറ അവന് വേണ്ടി ഒരു കിടുക്കൻ ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അത് പാക്ക് ചെയ്ത ഒരു സമ്മാനമൊന്നുമല്ല, മറിച്ച് അവന് വളരെ ഇഷ്ടമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. വിമാനം ഓടിക്കുക എന്നത് പൈലറ്റ് ആവാനുള്ള കോഴ്സ് പഠിക്കുന്ന ഹാക്കിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണല്ലോ. കോഴ്സ് കഴിയുന്നതിന് മുന്നേ അവന് പഠനത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ഫ്ലൈറ്റ് ഓടിക്കാനായിട്ട് ഒരു ചാൻസ് പാൽമ എയർലൈൻസിന്റെ ഉടമയുടെ ഒരേ ഒരു മകളായിട്ടുള്ള അറോറ ഇപ്പൊ അറേഞ്ച് ചെയ്ത് കൊടുക്കാണ്. ഞാനായിരിക്കല്ലേ നിന്റെ ഫസ്റ്റ് പാസഞ്ചർ എന്ന് അവൾ അവനോട് തിരക്കുമ്പോ അതേ എന്ന് പറയുന്നവൻ, എന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ സമ്മാനപ്പൊതികൾ കാണുന്നതും ഇഷ്ടമല്ല. എന്റെ അച്ഛനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റുകളും സ്വീകരിക്കാറില്ല എന്ന് അവൻ പറയുമ്പോ, അപ്പോ എന്റെ ഗിഫ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ എന്ന് അവൾ എടുത്തു ചോദിക്കുമ്പോ തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ ഭയങ്കരമായി അപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എന്നത് കാണുന്ന അവൾക്ക് അവന്റെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ തനിക്ക് കഴിഞ്ഞല്ലോ എന്ന ഭയങ്കരമായ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പിയായി അറോറയുടെയും ഹാക്കിന്റെയും ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർക്ക് പരസ്പരം ഒരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് എന്നത് അവരുടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇവരത് അങ്ങോട്ട് പരസ്പരം തുറന്നു പറയുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അറോറ വീട്ടിലിരുന്ന് ചുമ്മാ ചിരിച്ചിരിക്കുന്നതൊക്കെ കണ്ട് ഇത് എപ്പോഴത്തെയും പോലെ ഫേക്ക് ആയിട്ട് അവൾ ചിരിക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷത്തിന്റെ ചിരിയാണെന്ന് മനസ്സിലാക്കുന്ന അവളുടെ സ്റ്റാഫ് അവളോട് ഹാക്കിനെ ഇഷ്ടമാണോ എന്നെല്ലാം തിരക്കുമ്പോൾ അവൾ അതിന് മറുപടി പറയുന്നില്ല. ഇതേ സമയം ഹാക്ക് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പബ്ബിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രണ്ട്സ് അവനോട് നിനക്ക് അറോറ ഇഷ്ടമല്ലേ, അത് നിനക്ക് തുറന്ന് പറഞ്ഞൂടെ എന്നെല്ലാം തിരക്കുമ്പോ എനിക്ക് അവളോട് ഇഷ്ടമാണോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അവൾ കൂടെ ഉള്ളപ്പോ എനിക്ക് ബോറടിക്കുന്നില്ല, ഇനിയും എന്തൊക്കെയോ ചെയ്യണം നേടണം എന്നൊക്കെ ഒരു തോന്നലാണ് വരുന്നതെന്നെല്ലാം അവൻ പറയുന്ന സമയത്ത് നിനക്ക് അവളോടുള്ളത് ഒരു പ്രണയമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒരു ഐഡിയ ഞങ്ങൾ പറഞ്ഞുതരാം. ആ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ, നീ അവളെ ഒന്ന് കിസ് ചെയ്യാൻ നോക്ക്. ഇൻ കേസ് നിനക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം നിനക്ക് അറോറയോടുള്ള താല്പര്യം കൊണ്ടാണെന്ന്. നിനക്ക് മറ്റൊരു പെൺകുട്ടിയും ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ സാധിക്കാത്തത് അത് നീ മനസ്സിലാക്കണമെന്ന് ഫ്രണ്ട്സ് അവന് പറഞ്ഞു കൊടുക്കുമ്പോ അതൊന്ന് ട്രൈ ചെയ്യാനായി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കിസ് ചെയ്യുന്ന കണക്ക് വാക്ക് പോകുമ്പോഴേക്കും അവനെ കാണാനായി അറോറ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഈ കാഴ്ച കണ്ട് വളരെ അപ്സെറ്റ് ആയി അവിടെ നിന്ന് പിണങ്ങി പോകാനായി തുടങ്ങുന്ന സമയത്താണ് ഒരാൾ അവളുടെ അടുത്തേക്ക് എത്തുന്നത്. ഇന്ന് എന്റെ പ്രിൻസസ് ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നല്ലോ എന്ന് വന്നിരിക്കുന്ന പയ്യൻ കരഞ്ഞോണ്ട് പോകാനായി തുടങ്ങിയ അറോറയെ കണ്ട് പറയുമ്പോൾ മുഖം ഉയർത്തി നോക്കുന്നവൾ അവിടെ കാണുന്നത് ഫിലിപ്പിനെയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഫിലിപ്പിനെ കാണുന്നവൾ അവനെ അപ്പോഴത്തെ സങ്കടത്തിന്റെ പുറത്ത് കെട്ടിപ്പിടിച്ച് കരയാനായി തുടങ്ങുന്നു. ഫിലിപ്പും പാൽമർ എയർലൈൻസിലെ ജോലി ആഗ്രഹിച്ചു വന്ന ഹാക്കിനെ പോലെ തന്നെ അവിടെ എത്തിപ്പെട്ട ഒരു പയ്യനായിരുന്നു. അവൻ ലൈഫിൽ വളരെ അംബീഷ്യസ് ആയതുകൊണ്ട് തന്നെ അവന്റെ ഒരു കൂട്ടുണ്ടെങ്കിൽ അറോറ അവളുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഫീലിംഗ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി എല്ലാവരുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി നോർമൽ ആകുമെന്ന പ്രതീക്ഷയില് ഹാക്കിനെ അവളുടെ കാര്യങ്ങൾ നോക്കാനായി ഏൽപ്പിച്ച കണക്ക് തന്നെ അച്ഛൻ ഏർപ്പാടാക്കിയതായിരുന്നു ഫിലിപ്പിനെ. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവൻ ചില ആവശ്യങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിനാണ് ഹാക്കിനെ ഇപ്പോ അച്ഛൻ റിക്രൂട്ട് ചെയ്തത്. ഇപ്പൊ തിരിച്ചെത്തിയിരിക്കുന്ന ഫിലിപ്പ് ഹാക്കിനെ അകറ്റി വീണ്ടും അറോറയുടെ കാര്യങ്ങൾ നോക്കാനായി തുടങ്ങുന്നു. ഇതേ സമയം ഫ്രാൻസിസിനും അറോറയ്ക്കും ഇടയിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, അവർ ഡേറ്റിംഗ് അല്ല എന്ന് രണ്ടുപേരും എന്റർടൈൻമെന്റ് ഏജൻസിയുടെ ബിഹാഫിൽ ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. ഫ്രാൻസിസിന് അപ്പോഴും അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാനായി താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അവന് വേറെ വഴിയില്ല. അവരുടെ ആ ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് അവിടെ തുറന്നങ്ങനെ പറയേണ്ടി വരാണ്. അങ്ങനെ അറോറയും ഹാക്കും തമ്മിൽ കാണാതെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ഹാക്കിന് അറോറയെ ചെന്ന് കണ്ട് സംസാരിക്കണം, നീ വിചാരിക്കുന്ന കണക്ക് ഞാൻ നിന്നോട് ബിസി ആണെന്നൊക്കെ പറഞ്ഞ് പബ്ബിൽ പോയിരുന്ന മറ്റു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ നോക്കിയതല്ല, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാ എന്നൊക്കെ പറയാൻ ഈ ഫ്രണ്ട്സിന്റെ നിർബന്ധം കാരണം അങ്ങനെ ചെയ്യാൻ വന്നതാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അവൻ അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഇതേസമയം ഫിലിപ്പ് അറോറയെ ഒരു റിംഗ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവൾ ആ ഒരു പ്രപ്പോസലിന് അപ്പോ ഉത്തരം നൽകുന്നില്ല, തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് പറയുന്നു. തുടർന്ന് അവൾ ഹാക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്ന ആ ഒരു സ്നീക്കേഴ്സും ഇപ്പത്തെ ഫിലിപ്പ് കൊടുത്ത ഈ ഒരു റിംഗും നോക്കി ഇതിൽ ആരെ ചൂസ് ചെയ്യണം എന്ന ഒരു തോന്നലിരിക്കുകയാണ്. അടുത്ത ദിവസം ക്ലാസ്സിന് പോകുന്ന അറോറയെ അവിടെ ഹാക്ക് കാണുന്നുണ്ട്. അവൾ അവനോട് സംസാരിക്കാനായി ശ്രമിക്കുന്നു. ആദ്യം അവൾ പിണക്കം കാണിക്കുന്നുണ്ടെങ്കിലും അവൻ അവളോട് ഓപ്പണായി എനിക്ക് നിന്നെയാണ് ഇഷ്ടം, ആ സമയത്ത് ഞാൻ ഇതുപോലെ മനസ്സിലെ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നോക്കിയതാ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളോട് അപ്പോ ഒരു മറുപടിയും പറയേണ്ടെന്നും അവൾക്ക് ആലോചിക്കാൻ ആവശ്യത്തിന് സമയം എടുത്തോളൂ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്ന ടീം അവൾക്കൊന്നും അപ്പോഴേക്കും ആലോചിക്കാനായി ഉണ്ടായിരുന്നില്ല. അവൾ മനസ്സിൽ അപ്പോഴേക്കും ഒരു തീരുമാനം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഫ്രാൻസിസുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. അതിനിരിക്കുന്ന സമയം അവൾ കാലിലിട്ടിരുന്നത്
ഫാക്ക് ഗിഫ്റ്റ് ചെയ്ത ആ സ്നീക്കേഴ്സ് ആണ്. കൂടാതെ പ്രസ് മീറ്റിന് അവൾ റെഡി ആയിരിക്കുമ്പോൾ മാനേജർ അവളോട് സ്ക്രിപ്റ്റിൽ പറഞ്ഞു പഠിപ്പിച്ച പോലെ തന്നെ പറയണം കേട്ടോ. അവര് റൂഡായിട്ട് പല ക്വസ്റ്റ്യൻസും ആ റിപ്പോർട്ടേഴ്സ് തിരക്കും. അതിലൊന്നും വീണ് അവരുടെ മുന്നിൽ ആറ്റിറ്റ്യൂഡ് വിട്ട് കളയാതെ നന്നായി സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടെത്തുന്ന ഫിലിപ്പ്, നീ ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ചോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് അപ്പം നോക്കാന്ന് പറഞ്ഞ് അവളെ കൂളാക്കുന്നു. അങ്ങനെ പ്രസ് മീറ്റ് നടക്കുമ്പോൾ പല കാര്യങ്ങളും അവിടെ റിപ്പോർട്ടേഴ്സ് അവളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഫ്രാൻസിസുമായി റിലേഷൻഷിപ്പ് ആയിരുന്നു, ഇപ്പൊ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കുന്നു. ആക്ച്വലി നിങ്ങൾ ഫ്രാൻസിസിനെ ചീറ്റ് ചെയ്തത് കൊണ്ട് ഫ്രാൻസിസ് ആയിട്ട് നിങ്ങളെ വേണ്ടെന്ന് വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കൂടാതെ ഫിലിപ്പിനെ പറ്റിയും ഫാക്കിനെ പറ്റിയും ഒക്കെ തന്നെ അവരവിടെ സംസാരിക്കുന്നുണ്ട്. അറോറ ആ സമയം താൻ ഒരിക്കലും ഒരേ സമയം രണ്ടുപേരെ പ്രണയിച്ചിട്ടില്ലെന്നും തന്റെ മനസ്സിൽ അങ്ങനെ പ്രണയത്തിന്റെയും കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന രീതിയിലും ഇടം പിടിച്ച ഒരേ ഒരാളുള്ളൂ എന്നും പറഞ്ഞ് അവൾ ഹ്വാക്കിനെ അവിടെ പരിചയപ്പെടുത്താണ്. അവൻ ഈ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന സമയം പ്രശ്നമുണ്ടായാലോ എന്ന രീതിയിൽ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു എന്ന് കണ്ടിട്ടാണ് അവൾ വളരെ ഹാപ്പിയായി എല്ലാവരുടെ മുന്നിൽ അവനെ കൊണ്ടുവന്ന് നിർത്തി അവനോട് തന്നെ ഇപ്പൊ അവളുടെ ഇഷ്ടം തുറന്നു പറയുന്നത്. സാധാരണ ആരെന്ത് പറഞ്ഞാലും ചിരിച്ചത് കേട്ട് നിൽക്കാറുണ്ടായിരുന്ന അറോറ ഇന്ന് അവളുടെ മനസ്സിലെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിച്ചത്, അതും അത്രയും പേരുടെ മുന്നിൽ അങ്ങനെ സംസാരിച്ചത് ഹ്വാക്കിനെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പിന്നീട് അവളോട് ഇന്നത്തെ നിന്റെ സംസാരം കേട്ട അതൊരിക്കലും നീ തന്നെയാ സംസാരിച്ചെന്ന് തോന്നുകയില്ല എന്ന് പറയുമ്പോൾ, നീ ഉള്ളത് കൊണ്ടാണ്, നിന്നെ നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോ എന്റെ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ആ ധൈര്യം കാണിച്ചതെന്ന് പറഞ്ഞ് അവൾ അവനോട് തന്നെ വീണ്ടും ആ പഴയ അറോറയാക്കി മാറ്റിയെടുത്തതിൽ നന്ദി പറയുമ്പോൾ, എന്നോട് മാത്രമല്ല ഫിലിപ്പിനോടും നീ നന്ദി പറയണം, നിന്റെ ലൈഫിലെ വന്ന ഫ്രാൻസിസിനോടും പറയണം, എല്ലാവരും കൂടിയിട്ട് എഫേർട്ടൊക്കെയാണ് നീ ഇപ്പോ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുന്ന അറോറയായി മാറിയതെന്ന് പറഞ്ഞ് അവളുടെ മാനേജറും അവളുടെ അച്ഛനും അങ്ങനെ അവളുടെ ലൈഫിലെ എല്ലാവരെയും പറ്റി അവൻ അവളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അറോറ ഇപ്പോ ഫ്രീ ആണ്. അവളെ പറ്റി ഗോസിപ്പ് പറയാനോ അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റിയുടെ പേരിൽ അവളെ ഹേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ ആരുമില്ല. സ്വന്തം നിലയിൽ അവൾക്ക് നിരവധി പ്രോജക്റ്റുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ കഴിവ് തെളിയിച്ച ഒരു അഭിനേത്രിയായി അറോറ അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണ്. കൂട്ടിന് അവൾക്കായി ഫാക്കും കൂടെയുണ്ട്. അപ്പോഴേക്കും ഫിലിപ്പും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് യൂറോപ്പിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിസും അറോറയെ നല്ലൊരു കോവർക്കറായി കണ്ട് അവൾക്ക് നല്ലൊരു ഫ്രണ്ടായി കൂടെ തന്നെയുണ്ട്. അങ്ങനെ അറോറയുടെയും ഫാക്കിന്റെയും ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.